നടത്തിയ, വിഗ്രഹത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ച, സ്വന്തം കൈകൊണ്ട് വിഗ്രഹം കൊത്തിയുണ്ടാക്കി ആരാധന നടത്തിയിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ ആസറിനോട് ഇബ്രാഹിം നബി പഠിപ്പിക്കുന്നുണ്ട്, യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, എന്റെ പൊന്നുവാപ്പ, യാ അബത്തി ലിമ തഅബുദു, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. വാപ്പ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയാത്ത, നിങ്ങളോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത, ജീവനില്ലാത്ത ഈ വിഗ്രഹത്തിനോട് നിങ്ങൾ എന്തിനു തേടണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള തേട്ടം തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ പല ആളുകളും തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടമെന്ന് സഹോദരങ്ങളെ പറയാതെ വയ്യ. വ്യക്തമാണ്. കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് ആരാധിച്ചിട്ട് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ എന്തൊരു പ്രവർത്തനമാണോ ചെയ്തത്, അന്ന് ഇബ്രാഹിം നബിന്റെ ജനത, ആ ഖൗമ് എന്തൊരു പ്രവർത്തനമാണോ ചെയ്തത്, അതേ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പല കക്ഷികളിലും നമ്മൾ കാണുന്ന കാഴ്ചകൾ അതാണ്. സഹോദരങ്ങളെ, വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് തന്റെ ജീവിതത്തിൽ വന്നുപോയ സങ്കടങ്ങളും ദുഃഖങ്ങളും ഖബറാളികളുടെ മുന്നിൽ സമർപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാം. അത് പച്ചയായ ശിർക്കാണ്. അത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് എതിരാണ്. ആ എതിരുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. കാരണം അത് ഇബ്രാഹിം നബിയുടെ ചര്യയല്ല. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അദ്ദേഹം ഏകദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി പടപൊരുതിയ വ്യക്തിത്വമാണ്. അത് പറഞ്ഞതിന്റെ പേരിലാണ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. അത് പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കിയത്. ഇബ്രാഹിം നബിനെ വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, നീ ഇറങ്ങിപ്പോയിക്കോ എന്റെ കൺമുന്നിൽ നിന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാപ്പ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ. അപ്പോഴും ഇബ്രാഹിം നബി പറഞ്ഞ വാചകം എന്താ? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹദിക സിറാതൻ സവിയാ. വാപ്പാ, നിങ്ങൾ എൻ്റെ മാർഗത്തിലേക്ക് വരൂ വാപ്പാ. നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. ആ അറിവെന്താ സഹോദരങ്ങളെ? ആ അറിവ് പരിശുദ്ധ ഖുർആനിന്റെ അറിവാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്കൊരു ഹുദയെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബ് പറയാണ്, നിങ്ങൾക്കൊരു ഹുദ തന്നിട്ടുണ്ട്. ആ ഹുദ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ, ആരെങ്കിലും ആ മാർഗത്തെ പിൻപറ്റുകയാണെങ്കിൽ അവർക്കതാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ പ്രയാസപ്പെടേണ്ടി വരില്ല. പരിശുദ്ധ ഖുർആനിന്റെ വാചകം, ആ ഖുർആനിന്റെ ആശയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത് ആ ഖുർആൻ പഠിപ്പിക്കുന്ന അതേ സ്വഭാവത്തിലേക്കാണ്, അതേ വിശ്വാസത്തിലേക്കാണ്. വാപ്പാനെ വിളിച്ചത് അതിലേക്കാണ്, ഇബ്രാഹിം നബിന്റെ ജനതയെ വിളിച്ചത് അതിലേക്കാണ്. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും സഹോദരങ്ങളെ നമ്മൾ മടങ്ങണം. ആ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം ഏതാണോ അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, തോളിലിങ്ങനെ ഏറ്റിയിട്ട് ശത്രുക്കൾ കൊണ്ടുപോയിട്ട് എറിയാണ്. തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ കരുത്തെന്താ? എൻ്റെ റബ്ബ് എനിക്കുണ്ട്, എൻ്റെ റബ്ബ് എനിക്കുണ്ട്. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഭരമേൽപ്പിക്കാൻ എത്രയോ ഉന്നതനാണ് എൻ്റെ റബ്ബ്. സഹോദരങ്ങൾ, ആ ഒരു തവക്കുൽ നമുക്ക് ചരിത്രത്തിൽ പഠിപ്പിച്ചു തന്ന മഹാനായ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഗൾഫിക്ക് പോകുമ്പോൾ ജാറത്തൊക്കെ ജാറം മൂടി പോണ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. എന്തിനാ? അവിടെ പോയി ഒന്ന് തവക്കുലാക്കുക, അവിടെ പോയി ഒന്ന് കാര്യങ്ങൾ സമർപ്പിക്കുന്ന സ്വഭാവം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശ്വാസത്തിനും അദ്ദേഹം പഠിപ്പിച്ചു തന്ന ചര്യക്കുമെതിരാണ്.
അദ്ദേഹം പഠിപ്പിച്ചെന്ന ചര്യക്കെതിരാണ്. വ്യക്തമായി അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാതയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു മഹത്വമുള്ള നാമമാണ് ഇബ്രാഹിം ഒരു മുസ്ലിമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെയുള്ള മുസ്ലിം, അതൊരു വാചകമാണ്. എങ്ങനെയുള്ള മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട്, ഇബ്രാഹിം എന്ന നാമം കൊണ്ട് അറിയപ്പെടുന്ന മുസ്ലിം അല്ല. ഇബ്രാഹിമിനോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നീ മുസ്ലിം ആവണം, അസ്ലിം, നീ മുസ്ലിം ആവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, യാ ഇബ്രാഹിം അസ്ലിം, നീ മുസ്ലിം ആവണം. ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ ഞാൻ മുസ്ലിമായിരിക്കുന്നു റബ്ബേ. ആ മുസ്ലിമിന്റെ അർത്ഥം എന്താ? ആ മുസ്ലിമിന്റെ അർത്ഥം എന്താ? റബ്ബിന്റെ കൽപ്പനകളെ എല്ലാ മേഖലയിലും അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കുന്നൊരു മുസ്ലിം. അള്ളാഹ് ഹറാമായ പലിശയുമായി നമുക്കൊരു ഇടപാട്, നമുക്കതിനെക്കുറിച്ചൊരു വിധി റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയുള്ളത്? ഇസ്ലാമിക വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ ആണിനും പെണ്ണിനും ഒരു നീതിയും ഒരു രൂപവും അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹുവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെവിടെയുള്ളത്? ഹറാമുകൾ കാണുന്നിടത്തും ഹറാമ് കേൾക്കുന്നിടത്തും ഹറാമിലൂടെ ജീവിതം നയിക്കുന്നിടത്തും സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ നിൽക്കണം? അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട രൂപത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെവിടെയുള്ളത്? പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ അള്ളാഹു ഒരു വിഷയത്തിൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു വിഷയത്തിൽ ഇന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പാടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇബ്രാഹിം നബിൻ്റെ മില്ലത്തിൽപ്പെട്ട വ്യക്തിയല്ല. കാരണം എന്തേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മില്ലത്തെന്ന് പഠിപ്പിക്കുന്നത്, ആ ചര്യ എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിമായിരുന്നു. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിം. അങ്ങനൊരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിച്ച മറ്റൊന്നാണ് ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം അല്ലദീ വഫ, കരാറുകൾ പൂർത്തീകരിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങൾ, ആ പദപ്രയോഗം എന്ത് കരാറാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചത്? ഒന്ന്, കാലങ്ങളോളം പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു രണ്ട് സന്താനങ്ങളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമും. ജീവിതത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാഠങ്ങൾ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കണമെന്ന വിധി പുറപ്പെടുവിച്ചു അല്ലാഹു. സ്വപ്നത്തിലൂടെ അറുക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. ആലോചിക്കാൻ നിന്നോ? ടെൻഷനായോ? നേരെ വന്നു, മകനോട് കാര്യം അവതരിപ്പിച്ചു. വാപ്പാനെ പോലെ തന്നെ മകനും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുന്ന, ആ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന മനസ്സ്, യഥാർത്ഥ മുസ്ലിമായി അവർ ജീവിക്കാൻ. വാപ്പാ, നിങ്ങൾ അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. അറുക്കാൻ നേരത്ത് നോക്ക്, നിങ്ങൾ മലഞ്ചെരുവിൽ കൊണ്ടുപോയി അറുക്കാൻ നേരത്ത് മോന് പറയാണ്, വാപ്പാ നിങ്ങൾ എന്നെ ചരിച്ച് കിടത്തിക്കളി. നേരെ കിടന്ന് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലോ? വാപ്പാക്ക് മകൻ്റെ കാഴ്ച കാണുമ്പോൾ ഉണ്ടാകണേ ആ ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഉളുഹിയ്യത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ നിസ്കരിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ബലി നടത്തണം എന്ന് പഠിപ്പിച്ചിടത്ത് ഉളുഹിയ്യത്തിൻ്റെ മഹത്വം ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന അംഗീകരിക്കുകയാണ്, കഴുത്തിലേക്ക് കത്തിവെക്കാണ്. അപ്പോഴാണ് അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത്, പകരം ഒരു ബലിമൃഗത്തെ ഇറക്കണം എന്നുള്ളത്. അല്ലേ സഹോദരങ്ങളെ? നമ്മളെല്ലാ പ്ലാനും ചെയ്തു. നമ്മളെ വീട്ടിൽ പെരുന്നാളടുത്തു, ഇനി ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. വീട്ടിൽ ചർച്ച നടന്നു, എങ്ങോട്ടാ ടൂറ് പോവുക, ചർച്ച ചെയ്തു. നമ്മൾ എവിടേക്കാ ടൂറ് പോകേണ്ടതെന്നല്ല നമ്മൾ ചർച്ചയിൽ വന്നു. കുട്ടിയൊക്കെ ഡ്രസ്സ് ഇല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കണം, ഏത് കടയിൽ നിന്ന് എടുക്കണം, ചർച്ച വന്നു. വീടൊക്കെ ഒന്ന് നന്നാക്കണം, ഒന്ന് റെഡി ആവണം, പെരുന്നാൾ അടുത്തിക്കുക, നമ്മളെ വീട്ടിലുള്ള ചർച്ചയാണ്.
സഹോദരങ്ങളെ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തെ ഓർത്തുകൊണ്ട് റബ്ബ് ഏറെ പുണ്യം പഠിപ്പിച്ച, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടും, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞു തരും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിൽ ഖൈറു നൽകും എന്നൊക്കെ പഠിപ്പിച്ച ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ നമ്മുടെ വീട്ടിൽ എന്ത് ചർച്ച നടന്നത്? സ്വയം ഒന്ന് ചിന്തിക്ക്. എന്ത് ചർച്ച നടന്നു നമ്മുടെ വീട്ടിൽ? നമ്മൾക്ക് ഒരുവിനെ നമുക്ക് അറുക്കാനോ എന്നൊരു ചർച്ച വന്നു. വേണ്ട, ഒന്നല്ലെങ്കിൽ ഒരു ഷെയർ കൂടാൻ, 7 ആളുകൾ കൂടുന്ന കൂട്ടത്തിൽ ഞാനൊരു പങ്കാളിയാവാൻ, അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങി അറുക്കാൻ തൻ്റെ കയ്യിലുള്ള സമ്പത്തുണ്ട്. അപ്പം തരോ? അപ്പം ഈ ബിലീസ് നമ്മളെ ചെവിയിൽ ഇങ്ങനെ ഓതിത്തരും. എന്താ ഓതുക? ഓ ഇജിപ്പോൾ അതിനൊക്കെ അയക്കണോ? നമ്മളെ മനസ്സിൽ ഈ ബിലീസ് ഇങ്ങനെ ഓതിത്തരും. അതിന് മാത്രമേ ആയിട്ടില്ല. അപ്പം നമ്മളെ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും. വീട് പൊളിച്ച് നന്നാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാക്കും. വീടിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു. പക്ഷെ വർഷത്തിലൊരു ഉളുഹിയ്യത്തിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ബലി കൊടുക്കാൻ അപ്പം നമ്മളെ ശൈത്താൻ, നമ്മളെ ഇബ്ലീസ് നമ്മളെ ചെവി കയറിയിട്ട് മന്ത്രം തുടങ്ങും. ആ മന്ത്രത്തിൽ നമ്മൾ അടിമപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു, വീട് നന്നാക്കുന്നു, പരിസരം നന്നാക്കുന്നു, നമ്മുടെ ജോലികൾ മുന്നോട്ട് പോകുന്നു, കുട്ടികളുടെ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നു, അതിലേക്ക് നമ്മുടെ സമ്പത്തൊക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അല്ലാഹു കൽപ്പിച്ച ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ മാത്രം ഞാനതിന് അർഹനല്ല, ഞാനത് ചെയ്യേണ്ടവനല്ല എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ കാരണം എന്താണ്? ഗൗരവമായിട്ട് ആലോചിക്കണ്ടേ? ഇവിടെ നമ്മൾ ഇബ്ലീസിന്റെ വലിപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ മുന്നിൽ ദിവസങ്ങളേ ഉള്ളൂ. കമ്മിറ്റിയുമായി ബന്ധപ്പെടണം. എൻ്റെ വിഹിതം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരുവിനെ അറുക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മാടാണെങ്കിൽ 7 ആൾ വരെ നിങ്ങൾക്ക് ഷെയർ കൂടി 7 ആൾ വരെ നിങ്ങൾക്ക് കൂടാം. 8ാമത്തെ ഒരാളെ പറ്റൂല. 1 കഴിയില്ലെങ്കിൽ 2 ആൾ കൂടി ഇറക്കാം, 2 ആൾ കഴിയില്ലെങ്കിൽ 3 ആൾ ഇറക്കാം. അങ്ങനെ 7 ആൾ വരെ പോകാം. 7 ആൾ കൂടിയിട്ട് ഒരു പോത്തിനെ, ഒരു മൂരിനെ വാങ്ങി ഇറക്കാലോ. ആടിൽ ഷെയർ പറ്റൂല. ആടാണെങ്കിൽ ഒരാൾ മാത്രമേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചര്യ അതാണ്. ആ ചര്യ അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ മകന്റെ കഴുത്തിലാണ് കത്തിവെച്ചതെങ്കിൽ നമ്മുടെ പോക്കറ്റിലുള്ള പണം ചെലവഴിച്ച് ഒരു വലിയ മൃഗത്തെ അറുക്കാൻ, അതിനുവേണ്ടി ഒരിത്തിരി പ്രയാസം സഹിച്ച് എന്തെങ്കിലും ഒരു സംഭവം, പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചർച്ച നമ്മളെ വീട്ടിൽ അല്ലേ? അതൊക്കെ നല്ലതാ. ബിരിയാണി ഉണ്ടാക്കുന്ന ചർച്ച വരാ, ഡ്രസ്സ് എടുക്കുന്ന ചർച്ച വരാ, അതിനൊന്നും മോശം പറയണില്ല. കാരണം അതൊക്കെ ഹലാലാണ്, അനുവദനീയ, ജായിസായ കാര്യമാണ്, ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. പക്ഷെ ആ നടക്കുന്ന ചർച്ചയുടെ കൂട്ടത്തിൽ പ്രബലമായി വരേണ്ട ഒരു ചർച്ചയാണ് ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടത്. അതുണ്ടാവണം. ആ ചർച്ച നമ്മൾ ചെയ്യണം. നമ്മുടെ വക ഒന്നുണ്ടാവണം. നമ്മളെ കുടുംബത്തിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ വിഹിതം ഇതാ ഇവിടെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഇത് നമ്മൾ പിന്നോട്ട് മാറരുത്. നമ്മളതിന് സമ്പത്ത് കണ്ടെത്തണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ആ ചര്യ, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പ്രയോഗിച്ചത്. ഇബ്രാഹിമല്ലദീ വഫ, കരാറുകൾ പൂർത്തീകരിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ് ഏൽപ്പിച്ച കരാറിനെ കൃത്യമായി പൂർത്തീകരിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നോക്കി നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തവക്കുലോടുകൂടി അദ്ദേഹം പൂർത്തീകരിച്ച മറ്റൊരു കരാറാണ്, തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുപോയി ഒരു വിജനമായ ആൾതാമസമില്ലാത്തൊരു പ്രദേശത്തിട്ട് വരാൻ, ഇന്ന സ്ഥലത്ത് വെക്കണം. അവിടെ ആക്കി തിരിച്ചു പോന്നില്ലേ? ഹജറ ബീവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ അവിടെ വിട്ടേറ്റ് പോകുന്നത്? ഒന്നും മിണ്ടണില്ല, മൗനം പാലിക്കാൻ. ചോദിച്ചു, ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണോ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേ എന്ന് തലയാട്ടുന്നു. അപ്പോൾ ഹാജറ ബീവി പ്രഖ്യാപിച്ച പ്രഖ്യാപനാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്കിവിടെ ഞങ്ങളെ റബ്ബുണ്ട്. എന്ത് പ്രതിസന്ധിയിലും സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധിയിലും ആ കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? തവക്കുലുണ്ടായിരുന്നു. ആ തവക്കുലുണ്ടാക്കിയെടുക്കുക, പ്രാർത്ഥിക്കുക റബ്ബിനോട്. ആ ചര്യ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
نحمدك يا من غلحت لنا سبل الهداية وأوزعت عن بصائرنا غصوة الغوايا نصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചര്യകളെ പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മളെവിടെയാണെന്നൊരു സ്വയം പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഉണർത്തിയത്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ച മറ്റൊരു പരാമർശമാണ് ഷാക്കിറല്ലി അൻഉമിഹി. ഷാക്കിർ എന്ന പ്രയോഗം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നന്ദിയുള്ള വ്യക്തിത്വമായിരുന്നു. അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് റബ്ബിന് ശുക്ർ പറയുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വല തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയൊരു പാഠത്തിൽ മറ്റൊന്നാണ് നന്ദിയുള്ള ഒരു മനസ്സിൻ്റെ ഉടമ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണാം. വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു നീങ്ങാൻ. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ, എന്തിനാണ് ഈ നട്ടപ്പാതിരാ സമയത്ത് എന്തിനാ റസൂലെ ഇറങ്ങി നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വല്ലാഹ്, റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളെ എന്തൊരു കാരണം കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത് അതേ കാരണമാണ് ഞാനും പുറത്തിറങ്ങാനുള്ള കാരണം. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കുറേ ഇബാദത്തിൽ മുഴുകി അങ്ങനെ ജീവിച്ചു. പക്ഷെ ഉറക്കം അങ്ങോട്ട് പിടിക്കാൻ പറ്റേണ്ട ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാളും കൂടി നടന്നു റസൂലുള്ളാഹിൻ്റെ കൂടെ. ഒരു അൻസാരി സ്വഹാബിയുടെ ഈത്തപ്പന തോട്ടത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ സഹോദരങ്ങളെ, ആ അൻസാരി സ്വഹാബി വീട്ടിന്, തൻ്റെ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന സ്വഹാബി കാണുന്നു റസൂലുള്ളാഹിനെ. റസൂലിനോട് ചോദിച്ചു, നബി, എന്തേ കാരണം? വിശപ്പാണ് ഞങ്ങൾ പുറത്തിറക്കിയതെന്നറിഞ്ഞപ്പോൾ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഈത്തപ്പഴം പറിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ, ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ, മൂന്നാളുകൾക്കും കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അത് കഴിക്കാൻ തുടങ്ങി. അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അവർ കഴിക്കാൻ തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിലേക്ക് നോക്കിയിട്ട് കണ്ണ് നിറച്ചുകൊണ്ട് വിതുമ്പാൻ തുടങ്ങിയപ്പോൾ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾ ചോദിച്ചു, റസൂലേ, ഇത്ര നേരം പട്ടിണി കൊണ്ട് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാതെ പുറത്തിറങ്ങി നടന്ന നമുക്ക് അള്ളാഹു ഈ നിഅമത്ത് തന്നു, എന്തിനാ റസൂലേ നിങ്ങൾ കരയുന്നത് എന്നാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്, അബൂബക്കറെ, ഉമറേ, നമുക്ക് ഈ അനുഗ്രഹം തന്ന റബ്ബ് നാളെ ഇതിനെക്കുറിച്ച് ചോദിക്കുമല്ലോ. എന്തു പറയാനുണ്ട്? അള്ളാഹുവിന് ശുക്ർ കാണിച്ച മനസ്സുണ്ടോ നമുക്ക് എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ കയ്യിൽ കിട്ടിയ ആ നിഅമത്തിനെ ഓർത്ത്, തന്റെ റബ്ബ് തന്ന അനുഗ്രഹത്തെ ഓർത്ത് വിതുമ്പുന്ന കണ്ണുനീരുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഡൈനിങ് ടേബിളിലെ ഭക്ഷണത്തെ ഓർത്ത്, നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് ഓർത്ത് ഒരു ദിവസം അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമായി സുജൂദിൽ കിടന്നു വീണ് കരയാൻ, റബ്ബേ നീ എത്ര മഹത്വമുള്ളവനാണെന്ന് പറയാൻ, അല്ല നമുക്ക് തന്ന ആയുസ്സിനെ കുറിച്ചോർത്ത്, അല്ല നമുക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ചോർത്ത്, അള്ളാഹുവിന്റെ റഹ്മത്തുകളെ കുറിച്ചോർത്ത്, റഹ്മത്തി വസിഅത് കുല്ല ശൈ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് വസിഅത് കുല്ല ശൈ, എല്ലാ രംഗത്തും അത് വിശാലമാണ്, എല്ലാ രംഗത്തും വിശാലമാണ്. ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ഭൂമിയിലേക്ക് റഹ്മത്ത് കൊടുത്ത റബ്ബിന് നന്ദി കാണിക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ് മുഅ്മിനീങ്ങളെ? നമ്മൾ എവിടെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ല പറഞ്ഞ പേരാണ് ശാക്കിറൻ ലിഅൻഉമിഹി വജ്തബാഹു. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നമുക്ക് കാണാം. അദ്ദേഹം ഒരു ശാക്കിറായി ജീവിച്ചു എന്ന്. നമ്മൾ ജീവിതത്തിൽ പിൻപറ്റപ്പെടേണ്ട അല്ലെങ്കിൽ പിൻപറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടവരാണ്. ആ പ്രവാചക കണ്ണിയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ എന്ന് വിളിച്ചിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുള്ളാഹ് എന്ന അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിളിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ അയവറക്കേണ്ട ദിവസങ്ങൾ, അത് അയവറക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് വിചാരണ ചെയ്യണം, നമ്മുടെ ഖൽബിനോട് വിചാരണ ചെയ്യണം. നമ്മൾ എവിടെയാണ്? എൻ്റെ സ്വഭാവ രംഗത്ത്, എൻ്റെ വിശ്വാസ രംഗത്ത്, എൻ്റെ കർമ്മരംഗത്ത്, എല്ലാ രംഗത്തും ഞാൻ എനിക്ക് മാർഗദർശനം കാണിച്ചു തന്ന പ്രവാചകന്മാരുടെ വഴിയിലാണോ ഞാൻ? പരിശുദ്ധ ഖുർആനിന്റെ പാതയിലാണോ ഞാൻ? ഹബീബായ റസൂലുള്ളാഹിന്റെ വഴിയിലാണോ ഞാൻ എന്ന് സ്വയം നമ്മുടെ മനസ്സുകൾക്ക് വിചാരണ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.